ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരു അറബിക് ഇതാണ് കേട്ടോ. അറബിക് സ്നാക്കാണ്. അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണിത്. ഇത് വെറുതെ ഇങ്ങനെ സ്നാക്കായിട്ടും കഴിക്കും. പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ റൊട്ടിയിലും അതേപോലെ തന്നെ സാമൂലിയിലും ബ്രെഡിലൊക്കെ വെച്ചിട്ട് ഇത് സാൻഡ്വിച്ച് ആയിട്ടാണ് ഉപയോഗിക്കുക. ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഈ ഫലാഫലിൻ്റെ കണ്ടിട്ടുണ്ടാവും. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അറബിക് ഫലാഫൽ. അപ്പോൾ നമുക്ക് ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളക്കടലാണ് വേണ്ടിയ വലിയ ടൈപ്പിലുള്ള കടല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു 20 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ ഒരു 5-6 മണിക്കൂറോ 8 മണിക്കൂറോ വെച്ചാൽ പോരാ. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് വ്യത്യാസം. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിലേക്ക് എത്തണമെങ്കിൽ 20 മണിക്കൂർ ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ചെയ്യുക. ഒരു 20 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കുക. പിന്നെ ഫലാഫലിന് ഇവിടെ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ താമിയാണ് കേട്ടോ. സൗദിയിൽ പറയുന്ന പേര് താമിയ എന്നാണ്. ഫലാഫൽ എന്ന് പറയുന്നത് വേറെയുള്ള സ്ഥലങ്ങളിൽ പറയാം ഫലാഫിൽ എന്നാണ്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരണം. വെള്ളമൊക്കെ പൊക്കിയിട്ട് നന്നായിട്ട് കഴുകിയതാണ്. ഒരു 3-4 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ അരക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പറയുന്നത്. ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു അര ഉള്ളിയാണ് എടുത്തത് കേട്ടോ. ഞാൻ കൈകൊണ്ട് പിടിച്ചിട്ട് കാണിച്ചു തരാം. ഒരു ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തത്. ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ പകുതി അത്ര ആവശ്യമുള്ളൂ കേട്ടോ. 1.5 കപ്പ് കടലാണ് നമ്മൾ എടുത്തത്. ഞാനെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. 1.5 കപ്പ് കടലക്കുള്ള അളവാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പാസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഇല കേട്ടോ. ഇത് തന്നെ വേണം. ഇതൊരു വലിയ ഒരു 3/4 കപ്പോളം ഉണ്ട്. പാസ്ലി ഇലയും മല്ലിച്ചപ്പ് ഏകദേശം കാണുമ്പോൾ ഒരുപോലാണ്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാസ്ലി ഇല ഇല്ലയെന്ന് കരുതിയിട്ട് അതിന് പകരം നിങ്ങൾ മല്ലിച്ചപ്പ് ഇട്ടാൽ ഈ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ പാസ്ലി നിർബന്ധമാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി. പാസ്ലി എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്, നാട്ടിലൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ. പാസ്ലി എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടും. അപ്പോൾ പാസ്ലി ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റിയും വേണം. ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ എടുത്തത്. അത്രയും പാസ്ലി വേണം കേട്ടോ. അതിന് പകരം നിങ്ങൾ മല്ലിച്ചപ്പ് വേറെ ഒന്നും ഇടരുതേ. ഇനിയിപ്പോൾ വേണ്ടത് ഒരു പച്ചമുളകാണ്. നല്ല പച്ച നിറം നോക്കിയിട്ടുള്ളത് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുന്ന ഫലാഫലിന് കുറച്ച് കളറും വരും. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു പച്ചമുളക് എടുത്ത് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിവിടെ അരക്കണത് ഫുഡ് പ്രോസസ്സറിലാണ്. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറും. അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടി. കാരണം ഇത് ഫൈനായിട്ട് അരിഞ്ഞു പോകാൻ പാടില്ല. ഒറ്റ കടല പോലും ഫൈനായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് പ്രോസസ്സറിൽ അറിയുന്നത്. ഇവിടുത്തെ അറബിക് ഷോപ്പുകളിൽ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മീറ്റ് ഗ്രൈൻഡറിലാണ് അവരിത് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഇപ്പോൾ മീറ്റ് ഗ്രൈൻഡർ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് പ്രോസസ്സറിലാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഈ ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ തൽക്കാലം ചോപ്പർ വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് കുറേശ്ശെ അരച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അതാ കടലൊന്ന് ക്രഷായി എന്ന് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകും ആ ഒരു പാസ്ലിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ കളിയിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകരുത്. കടലൊന്ന് നന്നായിട്ട് ക്രഷ് ആയിക്കോട്ടെ, എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഈ ഉള്ളിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അരച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ അരക്കണ സമയത്ത് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടാവും. അപ്പോൾ ആ വെള്ളം കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ സ്റ്റക്കായിട്ട് ഇനിയിപ്പോൾ ഇത് അറിയൂല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വെള്ളം ചേർക്കണം. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. 1/4 ഗ്ലാസ്സിൽ കൂടാൻ പാടില്ല. അത്രേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കുന്ന കടലൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അത് കുറയാനേ ചാൻസ് ഉള്ളൂ. 1/4 കപ്പിൽ കൂടാൻ ചാൻസ് ഇല്ല കേട്ടോ. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് ഇത് ഫുഡ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ നല്ല മഷി പോലെ അരിഞ്ഞ് വരില്ല. ഒരു എന്താ പറയുക, ചെറിയ ഒരു റവ പോലെ തരിതരിയായിട്ടാണ് അരിഞ്ഞ് വരിക. അതാണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മാത്രമാണ് ഫലാഫൽ നമ്മളെ ഇവിടുത്തെ ഈ ഒരു സ്റ്റൈലിൽ കിട്ടുള്ളൂ കേട്ടോ. ഫലാഫലിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റിലുള്ള നല്ല ടർക്കിഷ് ഷോപ്പിൽ പോയിട്ട് കഴിക്കണം കേട്ടോ. അവരെ ബൈത്ത് താമിയ ഇവിടെയൊക്കെ ഉള്ള ഓരോ ഷോപ്പിൻ്റെ പേര് ബൈത്ത് താമിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് തുർക്കികളടുത്ത് തന്നെ വാങ്ങി കഴിച്ചാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുക. സാധാരണ നമ്മൾ മലയാളികളെ ഷോപ്പിലും എല്ലാം ഇവിടെ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് ഈ ഒരു ഫലാഫൽ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ ഓരോരുത്തരും തന്നെ കഴിക്കണം. ഇപ്പോൾ ഞാനത് അരച്ചത് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി മസാലകളാണ് ചേർക്കുന്നത്. ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തന്നെ നല്ല ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പാപ്രിക്കയാണ്. പാപ്രിക്ക ഇതിന് നിർബന്ധമുള്ളൊരു സാധനമാണ്. ഇനിയിപ്പോൾ ഇത് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു മാറ്റം വരുത്താം. പാപ്രിക്കയ്ക്ക് പകരം മുളക് പൊടിയും ചേർക്കാം. ഇനി വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെ ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്ന് പറയുന്ന സാധനം കേട്ടോ. അത് 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇവിടെ മെഷറിങ് സ്പൂൺ എടുത്തതാണ്. 1/2 ടീസ്പൂൺ നിറച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് വെളുത്ത കളറിലുള്ള എള്ളില്ല, അതാണ് വേണ്ടത് കേട്ടോ. ഇതിന് പകരം കറുപ്പ് ചേർക്കാൻ പാടില്ല. വെള്ള എള്ള് തന്നെയാണ് ചേർക്കേണ്ടത് കേട്ടോ. വെള്ള എള്ള്
അത് 2 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ഉപ്പിടുമ്പോൾ കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അതിൻ്റെ ഒരു കറക്റ്റ് ഇതിൽ കിട്ടണം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാനിട്ടത് 1/2 ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആ മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ എല്ലായിടത്തും ആയി, ഉപ്പൊക്കെ എല്ലായിടത്തും ആയി എന്നുള്ള ഉറപ്പ് വരുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക, അല്ല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം, കൈ കൊണ്ട് നമുക്ക് ഉരുട്ടി ഷേപ്പാക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണുള്ളത്. അപ്പോൾ ഇതിനെ ഇനി ഒന്ന് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്ന സാധനമാണ് കോൺഫ്ലവർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇവരെ ടർക്കിഷിൻ്റെ തനതായ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് പകരം മൈദ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതന്നെയാണ് നല്ലത്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിന് പകരം അരിപ്പൊടി ചേർക്കാമോ എന്ന് ചോദിക്കേണ്ട, അരിപ്പൊടി ഒന്നും ചേർക്കാൻ പറ്റില്ല. ഒന്നുകിൽ മൈദ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം. അപ്പോൾ അത് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് പൊരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് ഞാനിതിപ്പോൾ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്തിട്ട് പൊരിക്കാം. അപ്പോൾ അത് ഞാനിവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവണം. ഇനിയിപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു മാവാണിത്. അതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. അപ്പോൾ കൂടുതൽ വലുപ്പം വേണ്ട, കൂടുതൽ കുറഞ്ഞു പോകാനും പാടില്ല. നമ്മൾ പരിപ്പ് വടൻ്റെ അത്രയൊന്നും വലുപ്പം വേണ്ട കേട്ടോ, അതിലും ചെറുത് മതി. എന്നിട്ട് ഇത് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഫലാഫിൽ ഉണ്ടാക്കുന്ന ഇതിനൊരു അച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 വർഷം മുന്നേ ഞാൻ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫലാഫിലിൻ്റെ അച്ചിലാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ അതെൻ്റെ അടുത്ത് നാട്ടിലാണ് ഉള്ളത്, ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ നാട്ടിൽ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി പോണ സമയത്ത് നാട്ടിൽ കൊണ്ടുപോയതായിരുന്നു, പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ അത് അവിടെയാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് പരത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കുക. ഇനി പൊരിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇടുന്ന സമയത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണ എണ്ണ, നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊരിഞ്ഞ് വരുന്ന നിങ്ങൾ കാണും. അങ്ങനെ നന്നായിട്ടൊന്ന് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് പൊരി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം തീ ചെറിയ തീയിലാക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലാണ് പിന്നെ അത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 5-6 ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയ ചീൻചട്ടിയാണ് വെച്ചത് കേട്ടോ. കാരണം നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ആവശ്യമുള്ളൂ. ഇതന്നെ ഇപ്പോൾ ഞാൻ മുഴുവൻ ഒന്നും എടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചട്ടിയാണ് വെച്ച് കൊടുത്തത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞെല്ലാം പൊന്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊങ്ങിയത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കയ്യിലിട്ട് ഇളക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കയ്യിലോട്ട് തൊടാനേ പാടില്ല കേട്ടോ. തൊടുന്ന സമയത്ത് ആ കടല അങ്ങ് വേറെ തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് കലങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കളർ മാറി പൊന്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ തീയിലാക്കി വെക്കണം. എന്നിട്ട് ചെറിയ സിമ്മിലിട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കടലല്ല നമ്മൾ അരച്ചത്, അപ്പോൾ അത് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലാക്കി വെക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2-3 തിരിച്ചിടൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ ഫലാഫിൽ താമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫലാഫിൽ എന്ന് പറയുന്നത് നമുക്കിവിടെ താമിയ എന്നാണ് പറയാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിന് കേട്ടോ. നല്ല അടിപൊളി താമിയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് കഴിച്ചിട്ടില്ല, ഈ തുർക്കിള ഷോപ്പിൽ നിന്ന് ഇത് കഴിച്ച ആൾക്കാർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിട്ടും ഈ തുർക്കിള ഷോപ്പിൽ നിന്നൊന്നും കഴിക്കാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. ഇവിടെയൊക്കെ ഗൾഫിലൊക്കെ നിന്നിട്ടും അവിടെ ഒന്നും പോയിട്ട് ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. ചീപ്പ് ആൻഡ് ബെസ്റ്റ് സാധനമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. വലിയ പൈസ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ പോയിട്ട് ഒരിക്കലെങ്കിലും കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റുക. അവരെ സാൻഡ്വിച്ചിൽ ഇത് താമിയ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ വഴുതനങ്ങയൊക്കെ പൊരിച്ചിട്ടും എല്ലാം വെച്ച് തരും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തഹീനയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇതിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് താമിയ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടല്ലോ, ഇതിൻ്റെ ഇത് കണ്ടെത്താൻ മനസ്സിലാവും. നമ്മൾ ഇതിലിട്ട എള്ളില്ല, വെള്ള കളറിലുള്ള എള്ളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളപ്പുള്ളിയായിട്ട് കാണുന്നത്. പിന്നെ ഇത് നന്നായിണമെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ മതി. ഭയങ്കര വെയിറ്റ്ലെസ് ആയിരിക്കും കേട്ടോ. തീരെ വെയിറ്റ് ഉണ്ടാവില്ല, പാറ്റ പോലെയാണ് ഉണ്ടാവുക. അതാണ് ഇത് നന്നായിണമെന്നുള്ള അടുത്ത ടിപ്പ് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ അതാ നമുക്കിപ്പം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ 3 ആളേ ഉള്ളൂ, അസ്ലങ്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് റൊട്ടിയിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് വെജാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ ആ ഒരു ടിപ്സൊക്കെ വെച്ചിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കുക കേട്ടോ. ഒന്ന് പാസ്ലി ഇല വേണം, പിന്നെ കടല 20 മണിക്കൂറെങ്കിലും ഇത് പുതിർത്തി വെക്കണം. അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ അതൊക്കെ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നല്ല ഉള്ളിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ആരെടുത്തിട്ടാണ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കുകയില്ല കേട്ടോ. തീരെ എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല. ഭയങ്കര സോഫ്റ്റാണ്. പുറം ഭാഗം ഭയങ്കര ക്രിസ്പിയാണ്. ഒരുപാട് സമയം വരെ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ അത് ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻസ് കേട്ടോ, എന്തെങ്കിലും കമൻസ് ഇടാനും മടിയുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ഞാൻ ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.